അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഒരുപാട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഹൈസിൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോവാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് കുറ്റ്യാടിയിലുള്ള ആക്റ്റീവ് പ്ലാനറ്റിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നല്ല ഹാപ്പിയാണ് അത്ര. ഓന് ഞാൻ വോയിസ് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് പറയാണ് എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറയാണ് കേട്ടോ. പക്ഷേ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ തൊപ്പി കയ്യിൽ കരുതണമെന്ന് ടീച്ചർമാർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹൈസിന് തൊപ്പി വീട്ടിലില്ലാത്തതുകൊണ്ട് എൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ തൊപ്പിയൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഓൻ്റെ തൊപ്പിയൊക്കെ ഉണ്ടത് വീട്ടിൽ, പള്ളിക്കണ്ടത്ത് വീട്ടിലാണ്. അങ്ങനെ ഞങ്ങളിതാ അപ്പോൾ ഇതാ ഓൻ്റെ വോയിസ് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കണേ, ഇടക്കിടക്ക് ഓൻ്റെ വോയിസും കേൾക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഫ്രൂട്ടിയാണ് കേട്ടോ കുടിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഭയങ്കര ദാഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങളിതാ ഫ്രൂട്ടിയൊക്കെ കുടിച്ചു. ഇനി നേരെ പോയിട്ട് ഇവിടെയാണ് ഇരുന്നിട്ടുള്ളത്. റെഡി? ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക, ടോട്ടൽ 8 ഇലക്ട്രിക്കൽ റൈഡാണ് ഇവിടെ ഉള്ളത്. അതിൽ 5 എണ്ണം ഈ സ്റ്റേജിന്റെ പരിസരത്തായിട്ടാണ് വരുന്നത്. ഈ സ്റ്റേജിന്റെ നിയറസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് മുകളിൽ കാണുന്ന ആ ഒരു റൈഡാണ്. പിന്നെ 3 റൈഡ് ഒരുമിച്ച് വരുന്ന സ്ഥലം അവിടെ കാണുന്ന ആ ഭാഗത്താണ്. ഒരു റൈഡ് മുകളിലും 3 റൈഡ് അവിടെയും, പിന്നെ ഒരു റൈഡ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ. 1, 2, 3, 4, 5. ബാക്കി 3 റൈഡ്സ് വരുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്ത് മെയിൻ എൻട്രൻസിന്റെ ഭാഗത്താണ്. അപ്പം ആദ്യം ഇവിടെയുള്ള 5 റൈഡ്സ് കവർ ചെയ്തിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതുപോലെ കൃത്യം 3:30ക്കാണ് മാജിക് ഷോ. ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് മാജിക് ഷോ നടക്കുക. പിന്നെ DJ ഹാള് വരുന്നത് മുകളിലുള്ള വ്യൂ പോയിന്റിന്റെ തൊട്ട് താഴെയുള്ള DJ ഹാളിലാണ് കേട്ടോ. മുകളിലാണ് DJ ഹാള്, ഇവിടെയാണ് മാജിക് ഷോ നടക്കുക. അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ യൂണിഫോം ഇല്ലാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവർക്ക് ടാഗ് നിർബന്ധമാണ്. ഒരു ബ്ലൂ ടാഗ് കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ ടീച്ചേഴ്സിനും പാരന്റ്സിനും റൈഡ്സിന് കയറണമെങ്കിലും നിർബന്ധമായിട്ട് ടാഗ് ധരിക്കേണ്ടതാണ്. അതൊന്ന് നോട്ട് ചെയ്യാം. യൂണിഫോമുള്ള മക്കൾക്ക് ഡയറക്റ്റ് റൈഡ്സിലേക്ക് പോവാം. അത് ബാക്കിയുള്ള ടീച്ചേഴ്സിനും പാരന്റ്സിനും യൂണിഫോം ഇല്ലാത്ത മക്കൾക്കും ടാഗ് നിർബന്ധമാണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു വൈറ്റ് ഷെഡ്യൂൾ പേപ്പർ കിട്ടിയോ? ടിക്കറ്റ് എടുത്ത ആരാണ്? ആളുടെ കയ്യിൽ ഒരു വൈറ്റ് ഷെഡ്യൂൾ പേപ്പർ കൊടുക്കും. നിങ്ങളുടെ ലഞ്ച്, DJ, മാജിക് ഷോ, ഗെയിം, ഇത് 4ന്റെയും സമയം കൃത്യമായിട്ട് അതിന് കൊടുത്തിട്ടുണ്ടാവും. അത് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ? ആദ്യം മക്കളെയും കൂട്ടിയിട്ട് 3 റൈഡ്സ് ഒരുമിച്ച് വരുന്ന ഭാഗത്തേക്കാണ് പോകേണ്ടത്. അതിനു മുമ്പ് ടോയ്ലറ്റ് വരുന്നത് ഈ സ്റ്റെപ്പിന്റെ തൊട്ട് സൈഡിലായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ റൈഡ്സിന്റെയും അരികിൽ ടോയ്ലറ്റ്സ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ യെല്ലോ ടീഷർട്ട് ഇട്ട സ്റ്റാഫ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുള്ളത് ആ കാണുന്ന സ്റ്റെപ്പിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള റൈഡിന്റെ ഭാഗത്ത് കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ പ്രെയർ ഹാള് വരുന്നത് ഇവിടെ നിന്ന് നേരെ ഇറങ്ങി കാണുന്ന ബിൽഡിംഗ് ആണ് പ്രെയർ ഹാള്. അപ്പം പ്രെയർ ടൈമിൽ ആർക്കെങ്കിലും അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അവിടത്തേക്ക് പോവാം. ഇനി റൈഡ്സിലേക്ക് പോവല്ലേ? എന്നാൽ ഉഷാറൊരു യോ പറഞ്ഞ. റെഡി? 1, 2, 3 ഗോ പറഞ്ഞ. ഓക്കെ, ഇനി ഓക്കെ മക്കളൊക്കെ ഇവിടെ തന്നെ ഇരിക്കാം കേട്ടോ. നല്ല വലിയൊരു അങ്ങനെ കുറച്ച് നേരം ഒരുക്കുതാ കുറച്ച് കാത്തൂൻ്റെ വീഡിയോ, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടെടുത്തിട്ട് അവിടെ കുറച്ച് നേരം ഇരുത്തി. അതിന് ശേഷം പിന്നെ കുറച്ച് നേരം മക്കളെ ഫോട്ടോ എടുക്കുകയും കേട്ടോ. ഓരോ ക്ലാസ്സിത്തോരെ മാറ്റിയിരുത്തിയിട്ടും ഒന്നിച്ചിട്ടും ഒക്കെ കൂടെ വരാത്ത കുറേ പേരൻസ് ഉണ്ട്. അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുകയും അതേപോലെ വീഡിയോ അയച്ചു കൊടുക്കുകയും കേട്ടോ. എൻ്റെ വിരൽ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നുണ്ടായൊരു വിരലാണ്. എൻ്റെ ഐസിൻ്റെ പേര് മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ടൂർ പ്ലാൻ ചെയ്തപ്പോഴൊക്കെ. അങ്ങനെ ഓന് പോവുക അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഇന്ന് രാവിലെ പിടിച്ചിട്ടാണ് ഞാൻ വന്നത്. കാരണം ഐസുകുട്ടി ഒരുപാട് ആഗ്രഹിച്ചതിനും ഇങ്ങനെ ഈ ടൂർ പോകണം എന്നൊക്കെ കുറേ ദിവസം മുന്നേ തന്നെ പറയുന്നില്ല ഇങ്ങനെ പോകണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൽ തന്നെ എനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ടൊന്ന് വയറ്റിന്ന് പോകണം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇനി പെട്ടെന്ന് ഓനക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഓനെ നോക്കാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നോക്കാനും ടീച്ചേഴ്സും ഓരോ നോക്കണ ആയമാരൊക്കെ ഉണ്ട്. എന്നാലും കൂടിയിട്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനും പിന്നാലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ ഓലെ ടീച്ചറിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ ടീച്ചർ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു ഞങ്ങളും പോരിന്നിട്ടാ. അങ്ങനെ ഒരു കുട്ടിക്ക് നമ്മളെ ഐസിന് 850 രൂപയും ഞാൻ പോയത് 550 രൂപയും അങ്ങനെയാണ് കേട്ടോ പൈസ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിരൽ വരും എന്നൊന്നും കേട്ടോ. ഏതായാലും ഞാൻ പോയതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനും ഹൈസിനൊക്കെ ഞങ്ങളെ കൂടെ പോയ ടീച്ചേഴ്സും അതേപോലെ പേരൻസും ഞങ്ങളെ മക്കളും എല്ലാവരും ഒരുപോലെ ഹാപ്പി ആയിരുന്നു ഇവിടെ വന്നതിനെ കൊണ്ട്. കാരണം നമുക്കും കുട്ടികളെ കൂടെ എല്ലാ റൈഡിലും കയറാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം. എല്ലാത്തിലും നമുക്ക് കയറാം. ഇതിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഈ ബൈക്കിൻ്റെ ഇതിൽ. ഹൈസിൻ്റെ ഇതാ ഓൻ്റെ ഫ്രണ്ട് ഷമ്മാസാണ് കേട്ടോ അവൻ്റെ കൂടെ ഉള്ളത്. ഓന് ഷമ്മാസിൻ്റെ കൂടെ ഇരിക്കുള്ളൂ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അവൻ്റെ കാര്യം ഇങ്ങനെ പറയും വീട്ടിലിട്ട് ഷമ്മാസ് എന്ന്. അങ്ങനെ ഷമ്മാസിൻ്റെ ഉമ്മാനെ ഞാൻ മീറ്റിങ്ങിന് പോയ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, നേരിട്ടിട്ടാണ്. പിന്നെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അങ്ങനെ വലിയ പരിചയമൊന്നും ഉണ്ടായില്ല. ഈ പോക്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ വന്ന പേരൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്നും കൂടെ ഞങ്ങൾക്കൊക്കെ ക്ലോസ് ആവാൻ പറ്റി, ഒരുപാട് സംസാരിച്ച് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ല പരിചയമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ടീച്ചർമാരെ കാര്യം പറയാനില്ല, ഒരു വൈബ് ടീച്ചർമാരായിരുന്നു അല്ലേ, അടിപൊളിയായിരുന്നല്ലോ ഓനക്ക് അടിപൊളി എന്ന് പറയണമെന്ന് വന്നിട്ട് കേട്ടോ ഓന്. അങ്ങനെ ഇതാ ഈ ബൈക്കിൻ്റെ ഇതിൽ കയറിയിട്ട് അതിൻ്റെ മുന്നുള്ളതിൽ ഞാൻ കയറിയിരുന്നു കേട്ടോ. ഞാൻ കയറുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ഞാൻ കയറിയിട്ടില്ല. ഇതിലെന്തോ പോലെയൊക്കെ തോന്നിയിട്ട് കയറുമ്പോൾ രണ്ടാളിങ്ങനെ ഇരിക്കല്ലേ, എന്തോ കയറിയില്ല അപ്പോൾ തോന്നിയില്ല. ബാക്കിയുള്ളതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിലും നമുക്ക് പാരൻസിനും ടീച്ചേഴ്സും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാ റൈഡിലും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു അല്ലേ. ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല തണലാണ് കേട്ടോ ഇവിടെയൊക്കെ. പക്ഷെ നമ്മൾ ആ നിന്നീന്ന് ആദ്യമുള്ള ഭാഗവും എല്ലായിടത്തും കുറച്ച് അധികം തന്നെ വെയിലുണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വെള്ളം എത്ര കുടിച്ചിട്ടും മതിയാവുണ്ടായിരുന്നില്ലല്ലോ. വെള്ളം കുടിക്കന്നെയായിരുന്നു കേട്ടോ. ഞാൻ 3 കുപ്പിയിലായിരുന്നു കേട്ടോ എൻ്റെ വെള്ളം. ഒരു കുപ്പിയിൽ എനിക്ക് ചായ ആയിരുന്നു, പിന്നെ ഞാനും കൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേറൊരു കുപ്പിയിലും കൂടെ വെള്ളം എടുത്ത് വെള്ളം എടുത്ത് പിന്നെ ഒരു കുപ്പിയിലും വെള്ളം ഉണ്ടായിരുന്നു. ഇവനക്ക് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുപ്പിയിലത്തെ വെള്ളമൊക്കെ തീർന്ന്. ചായ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഇവർക്ക് രാവിലെ നമ്മൾ 7 മണിക്ക് പോവുകയാണല്ലോ, അപ്പോൾ വീട്ടിൽ നിന്നൊന്നും അധികം കഴിക്കൂലല്ലോ, നേരത്തെ തന്നെ അധികം കുട്ടികൾക്കൊന്നും കഴിക്കാൻ ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണോ രാവിലെ ഉണ്ടാക്കണേ അതന്നെ കൊടുത്തു വിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ എന്താ ഇഷ്ടമുള്ളത് അത് ഒരു 10, 11, 12 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു വീടിൻ്റെ അവിടെ നിർത്തിയിട്ട് അവിടേക്ക് ഇരുന്നിട്ട് കഴിച്ചൂലേ. നമ്മളെന്താ കഴിച്ചേ? പൊറച്ചോനെ, നമ്മൾ പൊറാട്ടയാണ് അപ്പം തിന്നത്. ദോശയല്ലേ വീട്ടിൽ നിന്ന് കൊണ്ടതിന്? ദോശയും ഓനക്ക് ദോശക്ക് അതൊക്കെ ബിസ്ക്കറ്റൊക്കെ നമ്മൾ വരുമ്പോഴാണ് അതൊക്കെ തിന്നത്. അപ്പം ഞങ്ങൾ ദോശയും ഇവനക്ക് കറി വേണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഒരു ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഉള്ളിക്കറി ഒരു 5 കൈക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് പോകുമ്പോഴും ഓന് ഒരു ദോശയും ചായനെ കുടിച്ച് കിട്ടാം. ഞാൻ 2 ദോശയും ചായയും കുടിച്ചു. പക്ഷേ പോകുമ്പോഴൊന്നും എൻ്റെ മനസ്സിലില്ല ഞാൻ ഈ ചായ കുടിക്കുമ്പോഴൊന്നും ഞാൻ അങ്ങനെ പോകും എന്നുള്ളത് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഇവനൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ പെട്ടെന്നാണ് എൻ്റെ ഒരു പോക്ക്. എമ്മൊക്കെ പറഞ്ഞിച്ച് പോയിക്കോ, ഓനൊറ്റക്ക് അങ്ങനെ വിടണ്ട, കുട്ടിക്ക് വയ്യാത്തല്ലേ. പിന്നെ ഓനാണെങ്കിൽ ഒറ്റക്കാലുമ്പോൾ നിൽക്കുന്നു, പോണം എത്ര വയ്യെങ്കിലും. എന്നിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്നാണ് ഡ്രസ്സ് ചെയ്ത് കണ്ണെഴുതി വേഗം ലിപ്സ്റ്റിക്ക് ഇട്ട്, അത് പിന്നെ നിർബന്ധമാണല്ലോ. പിന്നെ വേഗം ഒരു കയ്യിലുള്ള ടോപ്പും ഫാനും ഒക്കെ ഇട്ടിട്ട് ഒറ്റ പോക്കാണ് പോയതായിരുന്നു കേട്ടോ. അതേതായാലും 1.5 പോക്കായി പോയി. ആ പോക്ക് ഏതായാലും പോന്നിട്ട് എന്തൊക്കെയാണ് ചെയ്ത് എൻ്റെ കൂടെ? അതാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോന്നു കേട്ടോ. ഫുഡ് ഇതാ ബിരിയാണി ആയിരുന്നു. ഐസിന് എൻ്റെ കൂടെ ഇരുന്നില്ല കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ. ഓന് വേറെ ഏതോ താത്താൻ്റെ അടുത്തല്ലേ പോയിരുന്നത്, ടീച്ചറെ മോളപ്പല്ലേ ഇരുന്നിരുന്നത്. ഞാൻ ടീച്ചറെ മോളപ്പം. അങ്ങനെ കുട്ടികളൊക്കെ ഇതാ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഓൻ ഒറ്റക്ക് വാരി തിന്നു. എല്ലാവരും ഒറ്റക്ക് തിന്നല്ലേ, നാണക്കേടല്ലേ വാരി കൊടുക്കണ ഉമ്മമാർ. അവിടെയൊക്കെ പോയിട്ട് വീട്ടിലാവുമ്പോൾ അവർക്ക് വാരി തന്നെ തിന്നാൻ അറിയൂല കേട്ടോ, നമ്മളൊക്കെ വാരി കൊടുക്കണം. അങ്ങനെ ഇതാ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വന്നു. പിന്നെ ഇവിടെ കഴിഞ്ഞിട്ടോ കുറേ കുട്ടികൾക്ക് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളായിരുന്നു അല്ലേ. ഐസിനൊക്കെ ഒന്നുമെന്ന് കഴിഞ്ഞിട്ട് ഒന്നുമക്ക് വേറെ ഓടി ഇങ്ങനെ പോവുകയായിരുന്നു. ഓൻ്റെ പിന്നാലെ ഞാൻ ഓടിയിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ വന്ന കുറച്ച് പേരൻസ് ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ, കുട്ടികളില്ലാത്ത കുട്ടികളൊന്നും ഉമ്മമാർ വരാത്ത കുട്ടികളൊന്നും ഞങ്ങൾ അങ്ങനെ ഒന്നും ഇതാക്കിയിട്ടല്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ നോക്കണം എന്നൊക്കെ ടീച്ചർമാർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ് കയറിയപ്പോൾ അവനാൻ്റെ മക്കളെ മാത്രം കൈ പിടിച്ച് നടക്കുക, അവരെ നോക്കുക, ബാക്കിയുള്ള കുട്ടികൾക്ക് സങ്കടമാവും എന്നൊക്കെ ആദ്യം തന്നെ ബസ്സിൽ നിന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ പേരൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ കുട്ടികളെയും നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് അല്ലേ. നിങ്ങൾ നോക്കിക്കണോ? അവരൊന്നും മുണ്ടണില്ല. അങ്ങനെ ഇല്ലല്ലേ, ആയിക്കോട്ടെ.
പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുന്ന് അവിടെ ഐസ്ക്രീം പലതും വാങ്ങാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ളതും പല പല സംഭവങ്ങളുണ്ട് വാങ്ങി കൊടുക്കാൻ. അതും ഞങ്ങളുടെ അടുത്ത് വാങ്ങി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടിക്കായിട്ട് ഒന്നും വാങ്ങരുത്. വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ വാങ്ങി കൊടുക്കണം അല്ലേ? എന്നിട്ട് ഐസിന് അവിടുന്ന് എന്താ എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് ഐസ്ക്രീം വേണോ എന്ന് പറഞ്ഞില്ല ചിന്നോട്. അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അവന്. കോഴിമുട്ടായി വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്താ എന്നോട് പറഞ്ഞത്, കുട്ടികൾ കരയും എനിക്ക് മാത്രം വാങ്ങി തന്നാലെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ നല്ല കുട്ടിയായിട്ട് എല്ലാവരും നല്ല കുട്ടികളായിരുന്നില്ലേ, ആരും ഒന്നിനും വാശി പിടിച്ചില്ലല്ലോ. എല്ലാവരും നല്ല കുട്ടിയായിട്ട് പലതും ഉണ്ടായിരുന്നു. ഞങ്ങളെ മുന്നിൽ നിന്ന് വേറെ ഫാമിലി വന്നവരും ഒക്കെ ഇങ്ങനെ പലതും വാങ്ങി തിന്നുണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്നുണ്ടായിരുന്നില്ലേ. അത് കണ്ടിട്ടൊന്നും നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരുന്നില്ലേ, ഐസ് വേണമെന്നൊന്നും പിന്നെ പറഞ്ഞില്ല അല്ലേ. നല്ല കുട്ടികളായിട്ടിരുന്ന് അതിനെ ഒരു അടിപൊളിയായിട്ട് നല്ല എൻജോയ് ചെയ്തില്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ ഞാൻ കുറച്ച് ഭാഗമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പാർട്ട് 2 ഒക്കെ ആയിട്ട് വീഡിയോ ബാക്കി ഇടുള്ളൂ കേട്ടോ. കാരണം ഒന്നിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഒരു ചടക്കും. പിന്നെ ഇതിൽ കമൻറ്റ് ബോക്സ് ഒക്കെ ചിലപ്പം ഓഫ് ആയിക്കാരും. കാരണം നമ്മളെ മക്കളെ മാത്രമല്ല ഇതിലിങ്ങനെ കാണിക്കണല്ലോ, അതുകൊണ്ട് വലിയവരൊന്നും അധികം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിക്കാരും കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഓരോ റൈഡിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും ഓരോ യെല്ലോ യൂണിഫോം ഇട്ടിട്ടുള്ള ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ അടിപൊളിയായിരുന്നില്ലേ. നല്ല കുട്ടികളെ നല്ലതായിട്ട് നോക്കണുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയണ്ടേ ഞങ്ങളെ ടീച്ചർമാരാണ് കേട്ടോ. എത്ര കുട്ടികളെ ഒന്നിച്ച് കൊടുന്നിട്ട് ഓരൊക്കെ എത്ര നല്ലപോലെ എല്ലാ റൈഡിലും കയറ്റി. നമ്മൾക്ക് ഒന്നിനെ നോക്കുമ്പോൾ തന്നെ വെയ്യാതെ അത്രയും വെയിലും കൊണ്ട് എല്ലാവരും ഞാനൊക്കെ ഒച്ചട്ടിട്ട് മടുത്തിരുന്നു ടൈസിനോട്. ഓരോ കുട്ടികളും ഓരോ തരത്തിലാണല്ലോ. ഒരാളങ്ങോട്ട് വിളിച്ചുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും, ഒരാളങ്ങോട്ട് വിളിച്ചുമ്പോൾ പിന്നെ ഒരേ യൂണിഫോം ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ കുട്ടികളെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ തൊപ്പിയൊക്കെ വെച്ച അടയാളത്തിലാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണത്. മക്കളൊക്കെ ഒരേ പ്രായം ഒരേ വലിപ്പമൊക്കെ ആയിട്ട് എന്തായാലും കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമായിക്കണ്. കുട്ടികൾക്ക് എന്നല്ല ഞങ്ങൾ വലിയവർക്ക് തന്നെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ടീച്ചർമാർ തിരഞ്ഞെടുത്ത ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ടൂറ് പോകാനായിട്ട് തീരുമാനിച്ചിട്ട് ഒരു മീറ്റിങ്ങൊക്കെ വെച്ചിരുന്നു കേട്ടോ. അതിനൊന്നും ഞാൻ പോയിട്ടില്ല, ഞാൻ പോണില്ലല്ലോ. ആ ഒരു ഇതിൽ ഞാൻ അതിനൊന്നും ഇതാക്കിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചർ വിളിച്ചൊക്കെ ചെയ്തിരുന്നു, ഐസിനെ വിടണില്ല, അവൻ്റെ പേരൊന്നും ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഓന് പോരുന്നില്ല, ഓന് ശരിയാവില്ല എന്നെ പോകുന്നാലും ടീച്ചറിൻ്റെ നിങ്ങൾ നോക്കണേക്കാട്ടിയും കൂടുതൽ ഞങ്ങൾ നന്നായിട്ട് നോക്കും, നിങ്ങൾ അതിനൊന്നും പേടിക്കണ്ട, പിന്നെ ഞങ്ങൾ എണ്ണിയിട്ട് തന്നെ ഒരാളെയും മിസ്സാക്കാതെ നല്ലപോലെ കൊണ്ടടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഐസിൻ്റെ ക്ലാസ്സിൽ നിന്ന് 8 കുട്ടികളാണ് കേട്ടോ ടൂറിന് വന്നിട്ടുള്ളത്. ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോരോ കുട്ടികളാണ്, LKG UKG ഒന്നിച്ചാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ആണ് കൊടുത്തിട്ടുള്ളത് കുട്ടികളെ. അങ്ങനെ അവിടെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കീഞ്ഞ് വരാനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കുമ്പോൾ ഒരാളുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇന്നങ്ങനെ തിരയുന്നുണ്ട്, മുഖമൊക്കെ ഇങ്ങനെ വല്ലാതെ ഇരിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ എന്താ മൂത്രം ഇരിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഞാനിത് ഈ ഒരു ഭാഗത്ത് കൊടുന്നു. ആ ഒരു ചെടികൾ കണ്ട അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കൊടുന്നിട്ട് അവനെ മൂത്രം ഒഴിപ്പിച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ അടിപൊളിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അവിടെ കണ്ട അതിൻ്റെ അവിടെ ഉള്ള ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. വേറെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഒരാളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങോട്ടൊക്കെ വരും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയി നോക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ടൈം വലിയൊരു സംഭവമാണല്ലേ. നമുക്ക് എല്ലാ മക്കളെയും എല്ലാ റൈഡിലും കയറ്റിയിട്ട് എന്നിട്ട് ടീച്ചർമാർ ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ അങ്ങനെ കയറ്റിയൊരു ആയിട്ട് കൊണ്ടുവരുന്നു കേട്ടോ. കയറ്റി വരുമ്പോഴേക്കിന് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഈ ഭാഗത്തൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. കണ്ടതൊക്കെ ഒരു നല്ല അടിപൊളിയായിരുന്നു അല്ലേ, മുതലാക്കിയിട്ടുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത് ഇവിടുക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിനുള്ളിൽ കയറുന്നുണ്ടോ എല്ലാതും കൂടെ. ഒന്നിനും ഇപ്പം പേടിയില്ല കേട്ടോ. എൻ്റെ മകൾക്ക് ഒരു കീണയുമലൊക്കെ നമ്മൾ സാധാ പാർക്കിൽ കൊണ്ടുപോയിട്ട് കീയാനൊക്കെ പേടിയില്ല. അപ്പോൾ ചോദിച്ചു വരുമ്പോൾ എല്ലാ പേരൻസും ഇങ്ങനെ പറയുന്നുണ്ട് കുട്ടികൾക്ക് വന്നവരൊക്കെ പേടിയായിരുന്നു, ഇപ്പോൾ കണ്ടവരൊക്കെ കയറി പോകണം. അപ്പോൾ ഓരോ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ അത് വേറൊരു ലെവലാണ് അല്ലേ. ഓരോ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ ഒരു എന്തിനും റെഡിയാണ്. അവരൊക്കെ ഇതാ കയറി പോകണം. എല്ലാവരും കൂടെ ഒന്നിച്ച് കയറിയിട്ട് പകുതി എത്തിയപ്പോൾ പറയാം ഇമ്മേ പോകാൻ വയ്യാറിട്ട് കിടന്നെ ഇറങ്ങിയിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് പോയിട്ടാ. അങ്ങനെ ഇതാ ഓരോരുത്തർ ഇതാ കയറി പോകണ്ടേ. ഐസിനൊക്കെ ഇത് കയറി അപ്പുറത്ത് കൂടെ വന്നില്ല. ഐസിനെ മക്കളൊക്കെ ഫുൾ ആക്റ്റീവ് ആയിട്ടാ. ഒന്നും വന്ന് കഴിഞ്ഞിട്ട് ഒന്നുമൊക്കെ പോകാനൊക്കെ എന്തൊരു ഉഷാറായിരുന്നു. ആർക്കും ഒരു പേടിയുമില്ല, ഒന്നുമില്ല. ഫുൾ ഹാപ്പി ആയിട്ട് ഇതാ ഐസിന് വന്നുകൊണ്ട് മറ്റവരൊക്കെ മറ്റേമലാട്ടോ. അപ്പോൾ ദിമക്ക് വേഗം ഓടി വന്നുകണ്. ഇതിപ്പോൾ എന്താ സംഭവം ആക്കേണ്ടതെന്ന് എനിക്കൊരു പിടുത്തൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതട്ട് കറക്കണ മോന്, എന്നിട്ട് കറക്കിയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്ര ഭാഗ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.